ഇന്ന് ഞങ്ങൾ ഉള്ളി ലേഹ്യം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വാങ്ങിച്ച് വെളിച്ചെണ്ണ തേച്ച് വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയുടെ തൊലി പെട്ടെന്ന് അടർന്ന് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെളിച്ചെണ്ണ തേച്ച് വെയിലത്ത് വെക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അടർന്ന് പോന്നോളും. അപ്പോൾ ഉള്ളി ലേഹ്യം കഴിക്കുന്നത് പ്രസവരക്ഷയ്ക്കൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ അത് നല്ല ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ്. പിന്നെ മുടിക്കും എല്ലാം നല്ലതാണ് കേട്ടോ ഉള്ളി. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കി നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരയും ഈത്തപ്പഴം, കുരു കളഞ്ഞ ഈത്തപ്പഴം വേണം. പിന്നെ 2 തേങ്ങാപ്പാൽ വേണം കേട്ടോ. 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ വേണം. 3-ാം പാലിൽ നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് 2 വിസിലെടുക്കണം. എപ്പോഴാണ് നന്നായി വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് ലേഹ്യ പരിവാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വഴറ്റിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് നേരം കത്തിക്കണം. അപ്പോൾ ഇതാവുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് വേവിച്ചിട്ട് ആറിയതിന് ശേഷം നന്നായി അരച്ചെടുത്തിട്ട് ഏത് പാത്രത്തിലാണോ ലേഹ്യം ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് 2-ാം പാലൊഴിച്ച് അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കുക കേട്ടോ. ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരച്ചത് കാരണം അത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മധുരത്തിനനുസരിച്ച് നമ്മൾ ശർക്കര ഇടുക. ശർക്കര എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ശർക്കര ഇടുക. അപ്പോൾ മരുന്നായതുകൊണ്ട് അധികം ശർക്കര വേണമെന്നില്ല. പിന്നെ ഈത്തപ്പഴത്തിൻ്റെയൊക്കെ മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈത്തപ്പഴം ചേർക്കുക. ഈത്തപ്പഴം നല്ല ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ്. അപ്പോൾ ഈത്തപ്പഴം ചേർത്തിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ല കുറുകി വരണം. അത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്നത് വരെ ഇളക്കുക. പിന്നെ വെള്ളം മുഴുവൻ അതിൽ നിന്ന് വറ്റി പോകണം കേട്ടോ. അല്ലെങ്കിൽ അത് കേടുവരും. ഒരുപാട് ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നന്നായി ഇളക്കി ഈ ഒരു പരിവാവുന്നവരെ ഇളക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.